സെന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ്. വിദ്യാഭ്യാസ മന്ത്രി വിവേകത്തോടെ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഫാദർ ഫിലിപ്പ് കവീൽ ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ പ്രസ്താവന പ്രശ്നം വഷളാക്കാനേ ഉപകരിക്കും. പ്രശ്ന പരിഹാര സാധ്യത തെളിഞ്ഞതിനു ശേഷം മന്ത്രി വിവേകരഹിതമായി പ്രസ്താവന ഇറക്കിയതായും ഫിലിപ്പ് കവീൽ പ്രതികരിച്ചു. സുമനസ്സുകളായ പലരും ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായതിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവേകരഹിതമായ പ്രസ്താവനകൾ പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായം. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രി കോടതി വിധികളെ പോലും മാനിക്കാതെ സംസാരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഈ നാട്ടിലെ വിവിധ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി സഹിഷ്ണുതയോടെ സമാധാനത്തോടെ ഈ സമൂഹത്തെ നയിക്കേണ്ടവരാണ് മന്ത്രിമാരും മറ്റ് അധികാരികളും എന്നത് മറന്നു പോകരുത്. ഹിജാബ് വിവാദം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സർക്കാർ വർഗീയ ശക്തികൾക്ക് വഴങ്ങിയെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. Look, there is no logic, there is no compelling argument that they can make for a school that has a uniform policy, that has followed that uniform policy all these years, to suddenly make way for this because one particular segment of a community suddenly woke up one day and decided to do so. This is all political posturing, and this is being backed by forces that are in a sense embedded now in the Congress party and the CPM. അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി നിഷേധിച്ചതിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ച ഐ ഗ്രൂപ്പ്. സംഘടനയിൽ രാഹുൽ ഗാന്ധി തുടക്കമിട്ട ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് ആക്ഷേപം. അതേസമയം സാമുദായിക സമവാക്യങ്ങൾ മാത്രം പരിഗണിച്ചല്ല അബിന് അധ്യക്ഷ പദവി നിഷേധിച്ചത് എന്ന് രമേശ് ചെന്നിത്തലയുടെ നോമിനി ആയതാണ് തിരിച്ചടിയായി മാറിയത് എന്നുമുള്ള വിലയിരുത്തലിൽ ആണ് ഒരു വിഭാഗം നേതാക്കൾ. പ്രതീക്ഷിച്ച പരിഗണന ലഭിക്കാതിരുന്ന KM അഭിജിത്തും ദേശീയ നേതൃത്വത്തെ വിയോജിപ്പ് അറിയിക്കും എന്നാണ് സൂചന. ഇതോടെ UDFന്റെ വിശ്വാസ സംരക്ഷണ യാത്രാ വേദിയിൽ എത്തിയ അബിൻ വർക്കിയെ തോളിലേറ്റിയാണ് പ്രവർത്തകർ വരവേറ്റത്. കേരളത്തിൽ തുടരാനുള്ള ഒരു ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഈ അബിൻ തന്നെ തൻ്റെ അതൃപ്തി പരസ്യമാക്കിയ ഒരു പശ്ചാത്തലം ഉണ്ട്. അതിൽ തന്നെ ഈ പാർട്ടിക്കുള്ളിലെ AI ഗ്രൂപ്പുകളില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും പുതിയ ചില സമവാക്യങ്ങളും ഫോർമുലകളും ഒക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് VD സതീശനെ പോലെയുള്ളവർ പാർട്ടിയിൽ കൂടുതലായി പിടിമുറുക്കുന്നു എന്ന ഒരു ആക്ഷേപം ഉണ്ട്. ഒരു പരിധിവരേക്ക് അത് വസ്തുതയായി നിലനിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അവിടെ ഐ ഗ്രൂപ്പിനെ പൂർണ്ണമായും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന വിലയിരുത്തലുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ഈ അബിനെ ചുമതലയിൽ നിന്ന്